just because I can't kiss you is the dishes in the sink or the lack of a wink, or just because I love my life with you. ഹലോ, വെൽക്കം ടു മൈ ലക്ഷദ്വീപ് വ്ളോഗ്സ്. അങ്ങനെ അതിരാവിലെ നമ്മൾ ഫ്ലൈ 91 ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഗോവയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ടു അഗത്തി, ലക്ഷദ്വീപ്. ചെറിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു, ബട്ട് ഇറ്റ്സ് ടു ഗുഡ്. ഏകദേശം രാവിലെ ഒരു 9-9:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അഗത്തിയിലെത്തി. ചെറിയൊരു എയർപോർട്ടാണ്, നമുക്ക് ചുറ്റും കടൽ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മൾ നമ്മുടെ പെർമിറ്റ് വെരിഫിക്കേഷനും ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് നമ്മളെ വണ്ടി കയറി. ഭയങ്കര രസമാണ് കേട്ടോ ഈ ദ്വീപ് കാണാൻ. നല്ല ചെറിയ ഭംഗിയുള്ള വൃത്തിയുള്ള ദ്വീപ്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അവർ വന്നപ്പോൾ തന്നെ കരിക്ക് തന്ന്, അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം ചുറ്റും നടക്കാൻ ഇറങ്ങി. ഇന്ത്യയുടെ മറഞ്ഞിരിക്കുന്ന പറുദീസയാണ് ലക്ഷദ്വീപ്. അറബിക്കടലിലെ 36 അതിശയിപ്പിക്കുന്ന പവിഴ ദ്വീപുകളുടെ കൂട്ടം. ഇവിടെയായിരുന്നു നമ്മുടെ 4 ദിവസത്തെ സ്റ്റേ. മൊത്തത്തിലൊരു ഹോംലി സെറ്റപ്പ് ആയിരുന്നു. ഈവനിങ് ആയപ്പോൾ നമ്മൾ ബൈക്കും എടുത്തിട്ട് നേരെ ഒരു റൈഡിന് പോയി. ഫസ്റ്റ് പോയത് ലക്ഷദ്വീപിലെ ലഗൂൺ ബീച്ചിലേക്കാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറേ തെങ്ങുകളും മൊത്തം നമ്മളെ കേരളത്തിൻ്റെ ഒരു വൈബ് തോന്നിക്കും. ലക്ഷദ്വീപിലെ വെളുത്ത മണൽ നിറഞ്ഞ ഒരു ശാന്തമായ ബീച്ചാണ് ഈ ലഗൂൺ ബീച്ച്. ചുറ്റും നല്ല സ്ഫടികം പോലത്തെ നല്ല ലൈറ്റ് ബ്ലൂ കളർ വാട്ടർ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ആഴം കുറവായതുകൊണ്ട് നീന്തലിനും സ്നോർക്കലിങ്ങിനും എല്ലാം ഇവിടെ ഉപയോഗിക്കലുണ്ട്. പിന്നെ നേരെ പോയത് ലക്ഷദ്വീപിലെ ബോട്ട് ചെട്ടിയിലേക്കാണ്. ചരക്ക് ബോട്ടുകൾ വന്നു പോകുന്നത് ഇവിടെയാണ്. പോയി അതിന്റെ വിഷ്വൽസ് കണ്ടിട്ട് വാ. അങ്ങനെ നല്ല ചായ കൂടിയും നല്ല സൺസെറ്റ് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ റൂമിലെത്തി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കി നടക്കണം. ലക്ഷദ്വീപിലെ 2ാം ദിവസം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ബോട്ട് കയറി പോവാണ്. സ്നോർക്കലിങ്ങും 2 ദ്വീപ് വിസിറ്റിംഗുമാണ് ഇന്നുള്ളത്. ഒരു 1 hour ജേണി ഉണ്ട്. അവർ കയറുമ്പോൾ തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ബോട്ടിൻ്റെ എല്ലാ സൈഡിലും എല്ലാം പോയി നിന്ന് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നല്ല നടുക്കടലിൽ ഇങ്ങനെ നല്ല ചുറ്റും നല്ല നീല കളറുള്ള വാട്ടറും. കടൽ അത്യാവശ്യം പ്രക്ഷുബ്ധമായിരുന്നു. നല്ല മഴക്കോള് ഉണ്ടായിരുന്നെങ്കിലും രാവിലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ. പക്ഷേ നമ്മളെ ബോട്ട് കയറിയതിന് ശേഷം എന്തോ ഭാഗ്യത്തിന് മഴ പെയ്തില്ല. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പം ഒരു സ്ഥലത്ത് നിർത്തി സ്നോർക്കലിങ്ങിന് വേണ്ടി. നമുക്ക് കടലിൻ്റെ മുകളിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് അടിയിലത്തെ എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ ഏതോ ഒരു ലോകം കണ്ട് വന്ന പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ ഗൈഡും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലഞ്ച് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പാക്ക് ചെയ്ത് എടുക്കുകയുണ്ടായിരുന്നത്. നല്ല മീൻ ബിരിയാണി, ഭയങ്കര രസമായിരുന്നു ഫുഡ്. അങ്ങനെ നടുക്കടയിൽ നല്ല ഫുഡെല്ലാം കഴിച്ച് നമ്മൾ തിണ്ണക്കര ഐസ്ലാൻഡിലെത്തി. സോ ദിസ് ഈസ് ദ തിണ്ണക്കര ബീച്ച്. ഒരേ രക്ഷയില്ല, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അടുത്ത ദ്വീപിലേക്ക് പോയി. അപ്പോൾ ഇതാണ് സാൻഡ് ബാങ്ക് ദ്വീപ്. ഇത് ഭയങ്കര ചെറിയൊരു ദ്വീപാണ്. ചുറ്റും കടൽ. ഇത് ബംഗാരത്തിന് വളരെ അടുത്തുമാണ്. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലവുമാണ്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളും കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ റൂമിലേക്ക് തിരിച്ചെത്തി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ലക്ഷദ്വീപിൻ്റെ ഡേ 3 ആണ്. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റായ സ്ക്യൂബ ഡൈവിംഗ് ആണ് ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി. അങ്ങനെ നമ്മൾ ബോട്ട് കയറിയിട്ട് ഡൈവ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആഴമുള്ള ഒരു സ്ഥലത്തെത്തി. സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്നതിന് മുന്നേ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുവേ. ബ്രീതിങ് ടെക്നിക്സിനെ പറ്റിയിട്ടും വെള്ളത്തിനടിയിൽ പോയാൽ കാണിക്കേണ്ട സിഗ്നൽസിനെ പറ്റിയിട്ടും എല്ലാം. ഇനി വർത്താനുമില്ല, ഓൺലി ആക്ഷൻ. എൻ്റെ കൂടെ വന്ന ഡൈവിംഗ് മാസ്റ്ററെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റൂല. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വെള്ളത്തിൻ്റെ അടിയിലിരുന്ന സമയത്ത് പോലും ഓക്കെ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത്രയും കംഫർട്ടാക്കിയതിന് ശേഷം മാത്രമാണ് ചെയ്യിക്കുന്നുള്ളൂ. നമ്മളെ ലൈഫിൽ എല്ലാവരും ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ക്യൂബ ഡൈവിംഗ്. അത് കണ്ടാലേ അറിയുള്ളൂ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അയിലയും മത്തി മാത്രം കണ്ടുകൊണ്ടിരുന്ന എനിക്ക് ഇതൊരു പുതിയ ലോകമായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലാണ്. അങ്ങനെ സ്ക്യൂബ ഡൈവിങ്ങും കഴിഞ്ഞ് ഫുൾ ഹാപ്പി ആയിട്ട് നമ്മളെല്ലാവരും തിരിച്ചുപോയി. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് കൽപ്പത്തി ഐലൻഡിലേക്കാണ്. ആൾതാമസം ഇല്ലാത്തൊരു ദ്വീപാണിത്.
അണ്ണൻ തമ്പിടാ. നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിലാണ് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത്. ബോട്ടിൻ്റെ നടുക്ക് ഇതുപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കാണും. ഇതുവഴി നമുക്ക് കടലിൻ്റെ അടിയിലത്തെ എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടി പറ്റും. ഇതും നല്ലൊരു അനുഭവമായിരുന്നു. കണ്ടയിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കടലാമയാണ്. അഗത്തി ഐലാൻഡിലെ എയർപോർട്ട് സൈഡിൻ്റെ തൊട്ട് അടുത്തായിട്ട് വരുന്ന ഒരു ദ്വീപാണ് ഈ കൽപ്പത്തി. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടുത്തെ കാഴ്ചകളെല്ലാം അതിമനോഹരമായിരുന്നു. കാഴ്ചകൾ മാത്രമല്ല, ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ. സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു സ്തൂപം കാണാൻ വേണ്ടി പറ്റും. ആ സ്തൂപത്തിൽ ഈ ദ്വീപിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബീക്കുഞ്ഞിപ്പാറ. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. ഈ ദ്വീപിൻ്റെ കുറച്ച് അടിപൊളി വിഷ്വൽസ് ഞാൻ ഇതിന് ശേഷം കൊടുക്കാം, പോയി കണ്ടിട്ട്. നമ്മളെ പാക്കേജിൽ കയാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ നമുക്ക് ആക്ച്വലി സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില സ്ഥലങ്ങൾ നമ്മുടെ ഓർമ്മയിൽ മാത്രമല്ല നിലനിൽക്കുന്നത്, അവ നമ്മുടെ ഹൃദയത്തിൽ നിശബ്ദമായി നിലകൊള്ളുന്നു. ലക്ഷദ്വീപ് എനിക്കതിലൊന്നാണ്. സമുദ്രം ഒഴുകി നടക്കുന്നിടം. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ടു ലക്ഷദ്വീപ്.